നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നമല്ലേടോ? അതെ വിഷ്ണുവേട്ടാ, ഇന്ന് നമുക്ക് മാത്രമായ ഒരു സ്വപ്നം. കണ്ണടച്ചു കഴിഞ്ഞാൽ താനും ഞാനും കടന്ന ഒരേ സ്വപ്നമാ, ഒരേ മനസ്സ്, ഒരേ ഹൃദയം. എന്നിട്ട് തനിക്ക് എങ്ങനെ എന്നെ വിട്ട് പോകാൻ കഴിയുന്നത്? വിട്ടു പോയിട്ടില്ലല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ അരികത്ത് തന്നെ ഉണ്ട്. നമ്മള് ഒരേ മനസ്സല്ലേ? വിഷ്ണുവേട്ടൻ ചോദിക്കുന്നത് എനിക്ക് കേൾക്കാം. എന്റെ മറുപടികള് വിഷ്ണുവേട്ടനും കേൾക്കുന്നുണ്ട്. ഇപ്പത്തെ എനിക്ക് എന്ത് സൗകര്യമെന്നറിയോ? വിഷ്ണുവേട്ടന്റെ ചിന്തകൾക്കൊപ്പം പറക്കാൻ എനിക്കിപ്പോ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. എന്നാലും എങ്ങനെയാണോ അക്കന്ന് നിൽക്കുന്ന ഓരോ നിമിഷം ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നുക? എന്നെ കൊണ്ട് ഇത് താങ്ങാൻ വയ്യ വിഷ്ണുവേട്ട. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളെ പോലെ കടന്നു പോന്ന്. വിഷ്ണുവേട്ടൻ എന്റെ ജീവൻ. അതില്ലാതെ ഒരു നിമിഷം എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നല്. എല്ലാത്തിനും കാരണം ഞാനല്ലേ? എന്റെ ഒരു നാവ് കുഴിയല്ലേ? വിഷ്ണുവേട്ടനല്ല, വിധിയാ. ഭൂമിയിലും സ്വർഗത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ട് അവനൊരു കുരങ്ങനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിളയാടുക. ചില വിധികൾ മനുഷ്യനെ തിരുത്താൻ പറ്റുന്നതാണോ? എനിക്കിപ്പോ അതിലൊക്കെ വിശ്വാസം കുറഞ്ഞു വരുവാ വിഷ്ണുവേട്ട. ഭാമ വീണ്ടും മുത്തശ്ശിയാവാൻ പോകുന്നെന്ന് വിഷ്ണു കള്ളം പറഞ്ഞെങ്കിലും അതിപ്പോ സത്യമായിരിക്കുക. ശാലിനിയല്ല, ശ്യാമയാണ് പ്രഗ്നന്റ് എന്ന് മാത്രം. ശ്യാമയെ തന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണമെന്ന് നീ പറയുന്നു അറിഞ്ഞു തന്നെയാ ഞാൻ തീരുമാനം നിനക്ക് വിട്ടത്. ഇപ്പൊ ഞാൻ തന്നെ പുറത്താക്കല്ല, നീ സ്വയം ഒഴിഞ്ഞു പോകുകയാ. മോളെ, എന്തടി ഇത്? ഇപ്പോഴും നീ ആ കാര്യം തന്നെ ആലോചിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? ജീവിതം മുന്നോട്ട് നീങ്ങണ്ടേ മോളെ? എടി, തൽക്കാലത്ത് ഒരു പ്രശ്നമേ ഉള്ളൂ മോളെ. വിഷ്ണു വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലമ്മ. വിഷ്ണുവേട്ടനും എനിക്കും ഇടയിലുള്ള സ്നേഹത്തിന് തടസ്സമാവാൻ ഈ ലോകത്ത് ഒന്നിനെ കൊണ്ട് സാധിക്കില്ല. ഇനിയിപ്പോ വിഷ്ണുവേട്ടൻ വന്നില്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടന് ഒരിക്കലും എന്നെ മറക്കാൻ പറ്റില്ലമ്മ. എനിക്ക് വിഷ്ണുവേട്ടനെ മറക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യ ലെറ്ററും കൊണ്ട് പോയി ക്ഷണിച്ചത് മോളുടെ വീട്ടിൽ തന്നെയാ. എല്ലാരോടും തലേ ദിവസം തന്നെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾ ചെല്ലേ. സച്ചേട്ടാ വാ പോവാം. നിക്ക്, അച്ഛനോടെല്ലാം പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ പോയില്ലായിരുന്നു? സച്ചേട്ടൻ എന്തേ കാണിക്കുന്നേ? താൻ എന്നെ തടഞ്ഞെന്തിനാ? ഞാനല്ലേ ഇപ്പൊ അച്ഛനോട് പറയാറുന്നല്ലോ. എന്നിട്ട് സന്ദീപ് ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കാന്ന് സച്ചേട്ടൻ അറിയോ? എന്നാ എനിക്കറിയാം. അച്ഛൻ സന്ദീപിനെ വിളിച്ച് ചോദിക്കും ഉള്ളതാണോന്ന്. അവൻ പറയുന്ന മറുപടി എന്താന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആലോചിച്ച സച്ചേട്ടനും മനസ്സിലാവും അതെന്താണെന്ന്.
അവസ്ഥയിൽ അവൻ ആതിരയായിട്ട് ബന്ധമില്ലെന്നല്ലേ അവൻ പറയൂ. അവിടെ തീരും സകലതും. അപ്പോ ഇതൊരിക്കലും ആരോടും പറയരുതെന്നാണോ അർച്ചന പറഞ്ഞു വരുന്നത്? അല്ല, പറയണം. എല്ലാവരും അറിയിക്കുകയും വേണം. അത് ഇപ്പൊ വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. എടോ, പിന്നത് എപ്പോ? വിവാഹ തീയതി നിശ്ചയിച്ച് കല്യാണക്കുറി അടിച്ച് നാടാകെ വിളിച്ചു തുടങ്ങി. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ പോയി നിൽക്കുമെന്ന് തനിക്കിപ്പോ വല്ല ഊഹമുണ്ടോ? സന്ദീപിന്റെ കാര്യം താൻ വിട്ടേക്ക്. അതുപോലാണോ ആതിരയുടെ കാര്യം? ആ പെൺകുട്ടി ഇതെങ്ങനെ സഹിക്കുന്ന? അന്ന് അവന്റെ ഇഷ്ടത്തിന് നമ്മൾ ആ വിവാഹം നടത്തിക്കൊടുത്തു. ഇന്ന് അവന്റെ ഇഷ്ടത്തിന് പിരിച്ചു മാറ്റാൻ കാമുകന്മാരല്ല അവര്, ഭാര്യയും ഭർത്താവാണ് അവര്. എന്നെയും തന്നെ പോലെ. അവന് തോന്നുമ്പോ ഓരോന്ന് കാണിക്കാനുള്ളതല്ല ജീവിതം. അറിഞ്ഞുകൊണ്ട് ഞാനും താനും അതിൽ പങ്കാളികളാ. അപ്പോ നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം എങ്ങനെ അവന്റെ ഇഷ്ടത്തിന് നടത്തും? അനിയനായിപ്പോയി ഇല്ലേ? സച്ചേട്ടൻ ഈ സമയത്ത് ദേഷ്യപ്പെട്ടിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടുപിടിച്ചാലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവൻ അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടോ തന്നോടോ പറഞ്ഞൂടെ? ആതിരെ വേണ്ടെന്നും അനഘെ മതിയൊന്നും അല്ലാതെ അവനിപ്പം മറ്റൊന്നും പറയുന്നില്ലല്ലോ. 2 മിനിറ്റ് അവനോട് സംസാരിച്ച അവസാനം അടി കൊടുക്കേണ്ട രീതിയിലാ അവന്റെ സംസാരം. അവനീ കാണിക്കുന്നത് വഴി ആതിരെ മാത്രമാണ് അവൻ ചതിക്കുന്നത്, നമ്മളെ കൂടിയല്ലേ? ഞാൻ അവനോട് ഒന്നുകൂടി ചോദിക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്ത് പ്രശ്നം അവനുള്ളതെന്ന്. ഞാനത് അവനെ കൊണ്ട് പറയിച്ച് തിരിച്ചു വരും. സച്ചേട്ടാ, ഇപ്പൊ അവനോടൊന്നും ചോദിക്കണ്ട. നമ്മൾ കൂടുതൽ ദേഷ്യം കാണിച്ചാ അവന് വാശി കൂടെ ഉള്ളൂ. ഞാൻ അവനോടൊന്നും സംസാരിക്കട്ടെ. എനിക്ക് ഒരു അവസരം കൂടി സച്ചേട്ടൻ താ. താൻ പോയി സമാധാനത്തിൽ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ല അർച്ചന. വീണ്ടും എന്തിനാ അവന്റെ മുമ്പിൽ പോയി നാണം കിടുന്നത്? സച്ചേട്ടാ, ഒന്നുകൂടി അവനോട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. ഇവിടെ ഇരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അവനോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു കഴിയുമ്പോ എല്ലാത്തിനും തീരുമാനം ഉണ്ടാവുന്നു. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാ. സീമേ, മഹിയൊക്കെ വന്നത് കണ്ടില്ലേ? വേഗം ആരതി നിലവിളക്കം കൊണ്ടുവരൂ. ദേവയാനി മേഡം അല്ലേ ആരതി നിലവിളക്കം കൊണ്ടുവരാൻ പറഞ്ഞത്? അതെ. സീമയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വീട്ടുകാരും അംഗീകരിക്കാത്ത ഈ വിവാഹം അംഗീകരിക്കാനും എനിക്ക് പറ്റില്ല. അത് പറയേണ്ടത് മുത്തശ്ശിയാ. മുത്തശ്ശി പറയട്ടെ, ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ടെന്ന്. അല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം. മുത്തശ്ശി, കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? ജാനകി അമ്മയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ. ഇതെന്താ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ സ്വീകരിക്കുന്ന കാണണം. എന്റെ ഇഷ്ടത്തിനാ ഇവിടെ എല്ലാം നടക്കുന്നതെന്ന് പറയില്ലേ? എന്നിട്ട് എന്താ ഇത് മാത്രം നടത്താൻ ഒരു മടി? മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുട്ടികൾ അഭിപ്രായം പറയാൻ പാടില്ല. പറ്റില്ല, എനിക്കത് കാണണം. എല്ലാം ദേ അവളുടെ പണിയാ. മാളുവിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് ഗംഗയാ. സോപ്പിട്ട് നടന്ന് വേലക്കാരി വീട്ടുകാരി ആയല്ലോ. അതെ, ഇനി അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് കാണണം. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നതല്ലേ നല്ലത്. അല്ല, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? മതി.
കുറച്ചു നേരമായി ഞാൻ എല്ലാം കണ്ടുകേട്ട് നിൽക്കുന്നു. ഈ വീട്ടിൽ ഏറ്റവും വലുത് മാളുവിന്റെ സന്തോഷം തന്നെയാ. അവൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. മകിയും ഗംഗയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റ്. വാ മോളെ. വേണ്ട, ഇത് ചെയ്യേണ്ടത് അവന്റെ അമ്മയായ നീയാ ദേവേനി. വിശുട്ടാ, അത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേട്ടേ മതിയാവൂ. ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്റെ തീരുമാനമാണ്. വേഗം ഗംഗയും മഹിയും അകത്തേക്ക് സ്വീകരിക്ക്. ചെല്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അത് സംഭവിച്ചെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അത് നടന്നത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എന്റെ ജീവിതം എങ്ങോട്ടാണെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഒഴുക്കിനൊത്തു പോവാനേ എനിക്കറിയൂ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. താങ്ക് യു ശ്രീ മഹേശ്വര. ഞാൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ പോലെ ഗംഗയെ അച്ഛൻ കല്യാണം കഴിച്ചു. ഗംഗ എന്റെ അമ്മയായി. എനിക്ക് ഒത്തിരി സന്തോഷായി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്ന് ഗംഗ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഒത്തിരി താങ്ക്സ്. എന്നാലും അവര് വീണില്ലല്ലോ മോളെ. നമ്മുടെ പൗഡർ പരിപാടിയും ചീറ്റി. ഈ പൗഡർ ഒന്നും കൊള്ളില്ലമ്മേ. അതിലൊന്നും ചവിട്ടി ആരും വീഴത്തൊന്നുമില്ല. അതാ പൗഡറിന്റെ കുഴപ്പമൊന്നുമല്ല. കാറ്റടിച്ചപ്പോ പൗഡർ പറന്നു പോയില്ലേ. എന്തായാലും പരിപാടി ചീറ്റി. ഇനി നമുക്ക് വേറെന്തെങ്കിലും പരിപാടി നോക്കാം. എന്നാലും ആ കുട്ടിപ്പിശാച് പോലും വീണില്ലല്ലോ. അതാ സങ്കടം. അയ്യോ അമ്മേ. നീ എന്റെ മോളെ കുട്ടിപ്പിശാചെന്ന് വിളിക്കുവല്ലേ? അവിടെ കിടക്കടി. നിനക്കുള്ളത് ഇനിയും പുറകെ പുറകെ തരാം. അയ്യോ, എഴുന്നേക്കമ്മേ. അയ്യോ, എന്താ പറ്റിയത്? നീ നിലവിളക്കം കൊണ്ട് വലത് കാലം വെച്ച് വീട്ടിൽ കയറിയില്ലേ? അതിന്റെയോ? ഇനി ഇവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. പതുക്കെ. മോളെ നീ ഒന്ന് പിടിച്ചെണീപ്പിക്കണേ. നോക്കി നിൽക്കാതെ അമ്മ ഒന്ന് പിടിച്ചെണീപ്പിക്കടി. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ നോക്കി. അവരെ സഹായിക്കണ്ടായിരുന്നു. ഒന്നുകൂടി തള്ളിയിട്ടാ മതിയായിരുന്നു. അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ എല്ലാരോടും നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, നന്മയോടെ പെരുമാറാവൂ. എന്നാലേ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ.
എന്റെ മോളെ വളർത്തേണ്ടത് നീ തന്നെയാ ഗംഗേ. തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് അവളെ ഒരു നല്ല കുട്ടിയായി വളർത്താൻ നിനക്കേ സാധിക്കും. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മു, എന്താ ഇതൊക്കെ? എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ജീവിതം ചേച്ചി ഇന്ന് തുടങ്ങണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തേ? എല്ലാത്തിനും ഒരു മനസ്സ് വേണം. എനിക്ക് നല്ല തലവേദനയാ. ഒന്ന് കിടക്കാന്ന് കരുതിയാ ഞാൻ വന്നേ. അപ്പോഴാ നിന്റെ ഈ കോപ്രായങ്ങള്. ചേച്ചി, നീ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിട്. എനിക്കൊന്ന് കിടക്കണം. പറയുന്നൊന്ന് കേൾക്കമ്മോ. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിന് സന്തോഷം വേണ്ടേ? പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? എന്താ ഈ നേരത്ത്? ലച്ചുവിനെ അവിടെ നിർത്തിക്കൊണ്ട് പോകാനാണോ സ്വാതിയുടെ തീരുമാനം? അതിനീ മനസ്സിലായില്ലേ? ഞാൻ സ്വാതിയോട് റിക്വസ്റ്റ് ചെയ്യുവോ? ലച്ചുവിനെ അവിടെ പിടിച്ചു നിർത്താതെ അവളെ ജോലിക്ക് വിടണം. ബാംഗ്ലൂരിലെ ആ ജോലി അവൾക്ക് ഇനിയും കിട്ടും. അതിന്റെ ആവശ്യം എന്തായാലും അവൾക്കിപ്പോ ഇല്ല. അവള് നിൽക്കുന്നത് എന്റെ കൂടെയാ. എന്നെ പറ്റിയാണല്ലോ സംസാരം. ഞാനിത് പറയാനുള്ള കാരണം സ്വാതിക്കറിയില്ലേ? ലച്ചുവിനെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയാലേ എന്റെ സ്നേഹം അവളെ തിരിച്ചറിയൂ. എന്ത് കെട്ടുപാടാ അവൾക്ക് ഇവിടെ ഉള്ളത്? ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഒരു തർക്കത്തിന് ഞാനില്ല. സ്വാതി ചെയ്യേണ്ടത് ലച്ചുവിന്റെ ഭർത്താവിനെ തേടി നടക്കുകയല്ല, അവൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടത്. ഞാൻ ഈ കാര്യം സഞ്ജുവായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിവരം അറിയിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ആ കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒറിജിനൽ കോപ്പി രജിസ്റ്റർ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണം. ശരി സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സാർ. അങ്കിൾ, സാറിനെ ഓഫീസിൽ കൊണ്ടുവിടും.
നിനക്ക് നിരാശയൊന്നും വേണ്ട. 2 ഭാര്യമാരുള്ളവന് ജീവിതത്തിൽ സമാധാനം ഒന്നും ഉണ്ടാവില്ല. അതിനിടയിൽ എങ്ങനെ ഈ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഞാൻ ഇതൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്തോളാം. കമ്പനിന്ന് ഞാൻ നോക്കിക്കോളാം. എന്നാ മൊഞ്ചല്ലേ? MD കസേരയിൽ ഇരിക്കണമെന്നുള്ള അപ്പച്ചിയുടെ മോഹമാണ് ഞാൻ സാധിച്ചത്. ആ മോഹം തീർന്നെങ്കിൽ ഇനി അപ്പച്ചി ഒന്ന് എഴുന്നേറ്റ് തരണം. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. എഴുന്നേക്കാനോ? പിന്നെ എന്തിനാ ഈ കോൺട്രാക്ട്? അതപ്പച്ചി വായിച്ചു നോക്കാത്തത് എന്റെ കുറ്റമല്ല. ചതി, നീ എന്നെ ചതിച്ചു. എന്ത് ചതി? അപ്പച്ചി വായിച്ചു നോക്കാതെ സൈൻ ചെയ്ത് എന്തിനാ? സൈൻ ചെയ്യുന്നതിന് മുൻപ് രജിസ്ട്രാർ ചോദിച്ചല്ലേ? ഇത് വലിച്ചു കീറിയതോടൊന്നും കാര്യമില്ല. രജിസ്ട്രാർ കൊണ്ടുപോയതാ രജിസ്റ്റർ ചെയ്ത് തിരിച്ചു കിട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടാ. നിന്നെ തകർത്ത് തരിപ്പണമാക്കാതെ ഈ കവിതയ്ക്ക് ഇനി വിശ്രമമില്ല. അപ്പച്ചിക്ക് കഴിയുന്നൊക്കെ അപ്പച്ചി ചെയ്യും. നീ ഇന്ന് തീരോടാ. നിന്നെ ഞാൻ തീർത്തിരിക്കും. ഞാൻ അപ്പച്ചിയുടെ മരുമോനാ. അങ്ങനെ അങ്ങ് വിട്ടുതരാൻ എനിക്ക് കഴിയോ? അപ്പച്ചി സൈൻ ചെയ്ത കരാർ ഓർമ്മയുണ്ടല്ലോ. ഇന്നു മുതൽ അപ്പച്ചി വീട്ടിലിരുന്നാ മതി. മുത്തച്ഛനെ അമ്മയും പോലെ ബോർഡ് മെമ്പർ മാത്രമാണ് അപ്പച്ചി. വേണമെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിൽ പങ്കെടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, എനിക്കോ പാർവതിക്കോ ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സംശയം ഉണ്ടായതും അമ്മയോട് നേരിട്ട് വന്ന് ചോദിച്ചത്. അമ്മ, ഞാൻ കരുതിയിരുന്നത് അമ്മയുടെ ആദ്യ ഭർത്താവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നോ. അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ ആളിന് പിന്നീട് അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അറിഞ്ഞപ്പോ വൈരാഗ്യം തോന്നി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പാർവതി, നീ ഊഹിച്ചതിലോ കണക്ക് കൂട്ടിയതിലോ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ വിചാരണ? എന്റെ ആദ്യ ഭർത്താവിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന് ഒരു പരിധിയുമില്ലായിരുന്നു. എന്നും കണ്ണീര് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനും ഏതിനും അയാൾക്ക് എന്നെ സംശയമായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അയാൾ എന്നെ തല്ലുമായിരുന്നു. അയാളുടെ തല്ലും തൊഴിയെ ഏൽക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കെന്റെ മക്കളുടെ മുഖം ഓർമ്മ വരുന്നത്. ഞാൻ മരിച്ചുപോയാ എന്റെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ട് അയാളുടെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ ജീവിച്ചു.
ഒടുവില് എന്റെ സങ്കടങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം ദൈവം അയാളെ മുകളിലേക്ക് വിളിച്ചു. ഇവള് നല്ല നടിയാണല്ലോ. എന്റെ മക്കൾ അവരെന്റെ ജീവനാ. അവർക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായത് പോലും. ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു മകനെ കൂടി കിട്ടി. അമ്മയില്ലാതെ വിഷമിക്കുന്ന ഇവനായിരുന്നു പിന്നെ എനിക്കെല്ലാം. എന്റെ മക്കളെക്കാൾ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. കണക്ക് പറയുന്നതല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. അമ്മേ, സോറി അമ്മേ. അമ്മ കരയാതിരിക്ക. ചേച്ചി കരയല്ലേ ചേച്ചി? പാർവതി, എന്റെ ആദ്യ ഭർത്താവ് ആരാണെന്നറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സംശയം തീരുമല്ലോ. അയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും അമ്മയെ സംശയിച്ച് വിശാൽ സാറിനോട് സംസാരിച്ച വിശാൽ സാറിന് ദേഷ്യം വരും. എന്ത് ചെയ്യും? പാർവതി, വിശാൽ സാർ, സാറിന് ഞാൻ കാരണം വിഷമായല്ലേ? എനിക്ക് പ്രയാസമൊന്നുമില്ല പാർവതി. ഞാൻ അമ്മയെക്കുറിച്ചാ ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ച് അമ്മയെ വിഷമിപ്പിച്ചു. ഓരോരോ അനാവശ്യ ചിന്തകള് നിനക്ക് എങ്ങനെ വരുന്നു പാർവതി? സർ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിച്ചതും. ഇപ്പോ തനിക്ക് വ്യക്തത കിട്ടിയല്ലോ. ഏതായാലും അമ്മയുടെ ആദ്യ ഭർത്താവല്ല അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഖരമേനോനെന്ന് ബോധ്യപ്പെട്ടല്ലോ. ശേഖരമേനോൻ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ ആദ്യ ഭർത്താവായിരിക്കുമെന്ന് ചിന്തിച്ചത് തന്നെ അബദ്ധമാണ്. അമ്മ പറഞ്ഞതനുസരിച്ചായാലും അമ്മയുടെ ആദ്യ ഭർത്താവ് അത്ര നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ലല്ലോ. അമ്മ ഒരുപാട് ഉപദ്രവിച്ച് അമ്മയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ആൾ ആത്മഹത്യ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അപ്പോ അത് ക്രിമിനലായ ശേഖരമേനോനായിരിക്കും അമ്മയുടെ ആദ്യ ഭർത്താവെന്ന് ചിന്തിച്ചതിൽ അബദ്ധം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, ഇക്കാര്യത്തിൽ ഏതായാലും നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ഒരു കാര്യവുമില്ല. ഞാൻ തർക്കിക്കുന്നില്ല വിശാൽ സർ. പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സംശയമായിരുന്നില്ല എന്റേത്. പാർവതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് അടിസ്ഥാനമാ പാർവതിയുടെ സംശയത്തിന് പിന്നിലുണ്ടായിരുന്നത്? പാർവതി അത് പറയൂ. ഏതായാലും എന്റെ സംശയങ്ങൾ അമ്മ നിഷേധിച്ച സ്ഥിതിക്ക് ഇനിയും ഞാൻ ഇതിന്റെ പേരിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നീ പറയുന്ന കേട്ട അമ്മ കള്ളം പറഞ്ഞാണെന്ന് തോന്നുമല്ലോ. പാർവതി, അമ്മ അവരുടെ ആദ്യ ഭർത്താവത്തുള്ള വിവാഹ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതൊരു തെളിവല്ലേ? പിന്നെന്തിനാ വീണ്ടും സംശയം? ശരി, ആ തെളിവുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും അമ്മ ഇവിടുത്തെ അച്ഛനുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നുന്നു. പാർവതി, നീ അതിര് വിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. വിശാൽ സാർ, എന്റെ സംശയങ്ങൾ ഞാൻ വിശാൽ സാറിനോടല്ലാതെ വേറെ ആരോടാ പറയണ്ടേ? ഇപ്പൊ എന്ത് വേണമെന്ന് നീ പറയുന്നത്? വീണ്ടും അമ്മയോട് ഇതേപ്പറ്റി സംസാരിക്കണം? സർ, എന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സർ. പാർവതി, ഇനിയും അമ്മയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. വീണ്ടും അതേപ്പറ്റി ചോദിക്കാൻ ചെന്ന അമ്മയ്ക്ക് അത് വീണ്ടും വിഷമാവും. എന്തിനാ
എക്സ് ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിച്ച് അമ്മയെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? പിന്നെ നിനക്ക് ഇതേപ്പറ്റി അറിയേണ്ടത് എന്താണെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ വിഷമിപ്പിക്കാതെ ബുദ്ധിപരമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കാം. സർ, അത് നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാൻ പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സ നന്നായിട്ട് പാടി. കറക്റ്റ് താളം. ഉഗ്രൻ പെർഫോമൻസ് കേട്ടോ. ഞാൻ മാനസയ്ക്ക് 10 മാർക്സ് തരുന്നു. താങ്ക് യു മാം. എനിക്ക് ചേച്ചി ഒന്ന് വിളിക്കണം. അച്ഛാ, ഫോണൊന്നും തന്നെ. അത് വേണ്ട മക്കളെ. എന്റെ ശ്യാമേച്ചിയോട് വിഷമിച്ചിരിക്കാവും. എനിക്കറിയാം, എനിക്ക് സുഖമില്ലെന്ന് ശ്യാമേച്ചി അറിഞ്ഞു. എന്താ പോ? ഡോക്ടറെ പ്ലീസ്, ഇനി പാടാറുള്ളത് എന്റെ ശ്യാമേച്ചിയാണ്. ഞാനും എന്റെ ചേച്ചിയെ ഫോൺ ചെയ്തോട്ടെ ഡോക്ടറെ? ചേച്ചി വിഷമിച്ചിരിക്കുക. അപ്പോ അല്ല, അത് പ്ലീസ് ഡോക്ടർ, പ്ലീസ്. ഞാനും എന്റെ ചേച്ചിയെ വിളിച്ചോട്ടെ ഡോക്ടറെ? അല്ലെങ്കിൽ ശ്യാമേച്ചി പാടില്ല. പ്ലീസ് ഡോക്ടർ, പ്ലീസ്. ഓക്കെ, വിളിച്ചോളൂ. അച്ഛാ, ഫോൺ തന്നെ അച്ഛാ. മാനസ ഏവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായി പെർഫോം ചെയ്തു. ഇനി നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ശ്യാമ. ശ്യാമ, ഓ, ശരി ശ്യാമ, ഓ. ശ്യാമ, ലൈവ് ഷോയാ, ചെല്ല്. ചെല്ല് ശ്യാമ. എനിക്ക് പാടാൻ പറ്റും തോന്നുന്നില്ല. ശ്യാമ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി പാടിയ, ചേച്ചി ജയിച്ച ഞാൻ രക്ഷപ്പെടും. ചേച്ചി പാടിയില്ലെങ്കിൽ ചേച്ചിയുടെ അപ്പു ചിലപ്പോ ഹൃദയം പൊട്ടി മരിച്ചു പോവും. അങ്ങനെയൊന്നും പറയല്ലേ. അപ്പു ആണ് ചേച്ചിക്ക് വലുതെങ്കിൽ എന്റെ ശ്യാമേച്ചി പാടും. ഇന്ന് ഫസ്റ്റ് അടിക്കുകയും ചെയ്യും, ഉറപ്പ്.
പെട്ടെന്ന് ചെല്ല് ശ്യാമ. ഒരടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമ്മുടെ സ്വന്തം ശ്യാമയെ ക്ഷണിക്കുന്നു. ശ്യാമ പോ, ചെല്ല്. ചെല്ല് ശ്യാമ. സർ, എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കാം. ഇത് കേൾക്കാനല്ല ഇത്രയും അപമാനം സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നത്. മാപ്പല്ല എനിക്ക് വേണ്ടത്, ശ്യാമ വിൻ ചെയ്യണം. എന്നെയും ശ്യാമയെ അപമാനിച്ചവർക്കുള്ള മറുപടി അതാകണം. സത്യം തെളിയണം. ശ്യാമ, പ്ലീസ് കം. ചെല്ല് 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 ശ്യാമ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പെണ്ണിന്റെ ജീവിതവും മാനവും രക്ഷിക്കാനാ മുരളി അപ്പോൾ അത് ചെയ്തത്. ആരതിക്ക് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങളെങ്കിലും മനസ്സിലാക്കണം മുരളിയെ, അവന്റെ അവസ്ഥ എന്താണെന്ന്. കാര്യമൊക്കെ ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറയാൻ കാണും. നേരു പറഞ്ഞ ഞങ്ങളിപ്പോ പ്രസാദിന്റെ കല്യാണക്കാര്യം സംസാരിക്കാനായി ഇങ്ങോട്ട് വന്നത്. പക്ഷേ നേരെ അനുജൻ തന്നെ ഇങ്ങനെ ഒരു രഹസ്യ കല്യാണം കഴിച്ച് നിൽക്കുകയാണെന്ന് വരുമ്പോ പിന്നെ പ്രസാദിന് നല്ലൊരു ആലോചന വരൂ. അതെന്താ ഇവിടെ ആരും ആലോചിക്കാത്തെ? ചന്ദ്രേട്ടനും രുക്മിണിയമ്മയും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി അത് നിങ്ങളോട് മറച്ചു വെച്ചാൽ അത് വലിയ തെറ്റാവുമെന്ന് ഉറപ്പാ. പുഷ്പചേട്ടാ പറയണം ഹരി, ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ വലിയ കഷ്ടമായി പോകും. എന്താണോ കാര്യം പറ, എന്നെ ഒരുമാതിരി ഭ്രാന്തനാക്കാതെ. അത് ചന്ദ്രേട്ട, അത് പിന്നെ മുരളിയുടെ മാത്രമല്ല പ്രസാദിന്റെ കല്യാണം കഴിഞ്ഞതാ.
നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ അഞ്ജലി ഇല്ലേ, അവൾ പ്രസാദിന്റെ ബിസിനസ് പാർട്ണർ മാത്രമല്ല, അവന്റെ സ്വന്തം ഭാര്യ കൂടിയാണ്. ഞങ്ങൾ ആരും അറിയാത്ത മറ്റൊരു വിവാഹം. ഇത്രയൊക്കെ ആയിട്ട് ഇനിയും ഞാനത് മറച്ചു വെച്ചാൽ വലിയ ആത്മവഞ്ചനയായിപ്പോവും. അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. രുക്മിണി, വാ, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു വീടല്ല, നമ്മുടെ മക്കൾ മരിച്ചുപോയ ചുടുകാടാ. ഇവിടെ എനിക്ക് ശ്വാസം മുട്ടും. അച്ഛാ, ഹരി, നീ വേഗം പോയി വണ്ടി വിളിച്ചിട്ട് വാ, വേഗം. രുക്മിണിയമ്മ, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഒന്നുമില്ല ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മാർക്കറ്റ് ജംഗ്ഷൻ വല്ല ആണോ എന്തോ? തന്റെ ഉണക്ക ഗസിംഗ് ഒന്നും വേണ്ട. നമുക്ക് ആ ചാനലിലേക്ക് തന്നെ വിളിച്ചു നോക്കാം. താൻ ആ ഫോണിങ് എടുക്ക. ഇപ്പൊ എടുത്തോണ്ടരാ. സാറിന്റെ കയ്യിലപ്പോ ചാനലിന്റെ നമ്പർ കൊണ്ടല്ലേ? എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. എടോ, ചാനലിന്റെ നമ്പറൊക്കെ കിട്ടൂടോ. ഹലോ, സി കേരളം ചാനലല്ലേ? ഞാൻ TV-യിലൊരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. അതെ അതെ, ജൈവ പച്ചക്കറികളുടെ ഒരു മാർക്കറ്റിനെ പറ്റി. ഇതെവിടെ ഈ മാർക്കറ്റ് എന്ന് പറയാമോ? വെയിറ്റ് ചെയ്യാം. കണ്ടോടോ, നമ്മുടെ കൺമുന്നിൽ അവൾ നിൽക്കുന്നത് കണ്ടോ? എന്റെ രാധ, എന്റെ കൺമുന്നിൽ. ഈ സ്ഥലം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയാ മതിയായിരുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. എടോ, ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ? എവിടെയാണ് സാറേ? തായങ്കരി മാർക്കറ്റാ. അയ്യോ, അവിടെയാണോ സാറേ? ഇവിടുന്ന് 10 കിലോമീറ്ററെങ്കിലും സാർ. അതെത്ര നിസ്സാരമാണോ? വേഗം ഇറങ്ങ, നമുക്ക് പോവാം അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് സാറേ? എന്തും ചെയ്യാൻ ഞാൻ. പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോരും എന്റെ രാധയെ. എനിക്ക് കിട്ടണം. ഈ പട്ടാപ്പകല സാർ. പോരാത്തിന് TV-ക്കാര്, സകല ചാനലുകാരും എല്ലാരും ഉണ്ടാവും അവിടെ. പിന്നെ താനെന്താ പറയുന്നത്? ഇത്രയും അടുത്ത് കിട്ടിയിട്ട് അവളെ വിട്ടുകളയാനോ? അങ്ങനെയല്ല സാർ. ആദ്യം ഞാൻ അങ്ങോട്ട് ചെല്ലാം. TV പരിപാടി കഴിയുമ്പോൾ പിന്തുടർന്ന് രാധ എവിടെയാണ് താമസം, എന്ത് ചെയ്യുന്നു എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെ സൗകര്യം പോലെ നമുക്ക് പൊക്കാലോ. രാധയെ മാത്രമല്ല, കൂടെ ഇളയ കുട്ടികളെ. എന്താ വേണ്ടേ വരാൻ? വേണം, അവരെയും വേണം എനിക്ക്. അതാ പറഞ്ഞത്.
എന്താ എവിടെയെന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് ആളെയും കൂട്ടിപ്പോയി പൊക്കാലോ, മനസ്സിലായ? വയ്യാത്ത സാറ് ഇപ്പൊ അവരെ മുമ്പിൽ പോയി ചാടണ്ട. അത് ഗുണത്തെക്കാളേറെ ദോഷത്തിനെ ചെന്ന് അവസാനിക്കൂ. എടോ എന്നാലും ഇപ്പോ വേണ്ട സാർ, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, 10 കിലോമീറ്റർ പോവും. ഈ മണിവർണ്ണം പിള്ളക്ക് 10 മിനിറ്റ് പോലും വേണ്ട. ദേ പോയി ദാ വന്നു, അത്ര തന്നെ. ജസ്റ്റ് എ മിനിറ്റ്. ടാക്സി. രാധ, എന്റെ രാധ, എന്റേത് മാത്രം, എന്റെ മാത്രം രാധ, എന്റേത് മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള് ഇത് കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചേക്കാം. മൈഥിലി, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? മരുന്ന് കഴിക്കാൻ. മരുന്ന് കഴിക്കാനോ? അതെ. താഴത്തേക്ക് വാ, അവിടെ ഒരു ചടങ്ങ് നടക്കല്ലേ. ഇവിടെ പ്രതികൂലങ്ങൾ പലതും ഉണ്ടായിട്ടും ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി നടന്നു. കുടുംബക്ഷേത്രത്തിലെ സാക്ഷാൽ ദുർഗാദേവിയല്ലേ ചെമ്പകമംഗലത്തെ കാത്തുരക്ഷിക്കുന്നത്. ഇങ്ങോട്ടൊരു കൊടുങ്കാറ്റ് പോലെ ഏക്കില്ല. എന്തായാലും കപ്പിത്താനും പാസഞ്ചേഴ്സും അറിയാത്ത ഒരു കള്ളൻ ഈ കപ്പലിനകത്തുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയ ആ കള്ളനെ പിടികൂടാ. ആ കള്ളൻ എന്തായാലും അത്ര ചെറിയ കക്ഷിയൊന്നുമല്ല, അതിബുദ്ധിമാനായ കള്ളന്. എന്റെ അനന്തരവൻ ACP ആയതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അവന് നാട്ടിലെ കാര്യമല്ലാതെ വീട്ടിലെ കുറ്റാന്വേഷണം നടത്താൻ നേരമുണ്ടോ? അതും നേരെ. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. പലപ്പോഴും പിന്മാറണമെന്ന് തോന്നിയതാ. നീ ബ്ലാക്ക് മെയിൽ ഒന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഏറ്റാൽ ഏറ്റ കാര്യം ചെയ്യണം. അത് ഞാൻ ചെയ്തു. ഇനി നീ നിന്റെ കാമുകയും വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്ത് അവിവേകമായി ഇതിൽ കാണിച്ച? ഞാൻ വരെ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? എനിക്ക് നിന്നെ നഷ്ടപ്പെടുമായിരുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവോ? ഞാൻ എങ്ങനെ ജീവിക്കും?
മാത്രമല്ല ഒരു ജീവനാണോ ഇല്ലാതാവാൻ പോകുന്നത്, 2 ജീവനല്ല. നീ മരിച്ച ഇവരെന്നെ വെറുതെ വിടൂ? അവരെല്ലാവരും കൂടി ഓടിച്ചിട്ട് എന്നെ തല്ലി കൊല്ലില്ലേ? നോക്കു മൈഥിലി, നീ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും സംശയിക്കുകയൊക്കെ ചെയ്യുന്നത്? എടോ, നീ എന്നും എന്റേതല്ലേ? ഞാൻ നിന്നെ വഞ്ചിക്കൂ? അങ്ങനെ വഞ്ചിച്ചാ എനിക്കെങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? മൈഥിലി, എടോ, നീ ഇങ്ങനെ കരയാതെ. നോക്ക് മൈഥിലി, മൈഥിലി, ഞാനില്ലേ നിന്റെ കൂടെ. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എന്റേത് മാത്രം. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അയ്യോ, ഇതാണല്ലേ നിന്റെ കാമുകി? ഈ ചതിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. വെറുതെ വിടില്ല രണ്ടിനെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.